പക്ഷേ 2023 ഒരു നിയമനിർമ്മാണത്തിലൂടെ സുപ്രീം കോടതിയുടെ ഈ വിധിയെ കാറ്റിൽ പറത്തുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. എന്താണ് മോദി സർക്കാർ തീരുമാനിച്ചത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അങ്ങ് ഒഴിവാക്കി. പകരം പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പിന്നെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്ന നിലയ്ക്ക് അതിന്റെ ഘടനയെ മാറ്റി. ആ ക്യാബിനറ്റ് മന്ത്രി നമുക്ക് ഊഹിക്കാവുന്ന പോലെ അമിത്ഷാ ആയിരുന്നു. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 വിപ്ലവകരമായ രാജികൾ മോദിയുടെ ഭരണകാലത്ത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അദ്ദേഹത്തിന്റെ പേര് അശോക് ലവാസ എന്നാണ്. അദ്ദേഹം രാജിവെച്ചു പോയി. എന്തായിരുന്നു കാരണം? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി നടത്തിയ 2 പ്രസംഗങ്ങൾ വിദ്വേഷ പ്രസംഗങ്ങളാണെന്നും അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു അശോക് ലവാസ. അതായത് മുസ്ലിം ഭൂരിപക്ഷം അവിടെ ഉള്ളതുകൊണ്ടാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നത് എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ പ്രസംഗം മതസ്പർദ്ധ വളർത്തുന്നതാണെന്ന് അശോക് ലവാസ ചൂണ്ടിക്കാട്ടി. എന്ന് മാത്രമല്ല, ബീഹാറിൽ പോയി നരേന്ദ്രമോദി ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. പുൽവാമ, ബാലക്കോട്ടിന് ശേഷം അവിടെ വീരമൃത്യു വരിച്ച സൈനികരുടെ പേരിൽ വോട്ട് ചോദിച്ചു നരേന്ദ്രമോദി. ഇത് രണ്ടും തെറ്റാണ് എന്ന് അശോക് ലവാസ ചൂണ്ടിക്കാണിച്ചു. അതിനെതിരെ നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിക്കെതിരെ എടുത്തില്ല. പക്ഷേ നരേന്ദ്രമോദി അശോക് ലവാസയ്ക്കെതിരെ നിരന്തരം നടപടികളെടുത്തു. രാജ്യത്ത് വിരമിച്ച 66 IAS ഉദ്യോഗസ്ഥർ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഒരു കത്തെഴുതി. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരാരും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരുന്നില്ല, അവരൊരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കളോ പ്രവർത്തകരോ അണിയോ അല്ല. എന്നിട്ട് കൂടി അവർ പറഞ്ഞു, രാഷ്ട്രപതിയോട് പറഞ്ഞു, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഒട്ടും തന്നെ സുതാര്യമല്ല എന്ന്. 2024 അത് ആവർത്തിച്ചു. 93 വിരമിച്ച IAS ഉദ്യോഗസ്ഥർ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വീണ്ടും കത്തെഴുതി, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് മുന്നിൽ മുട്ടിലിഴയുകയാണ് എന്ന്.